ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. ലോകത്തെ രക്ഷിക്കാൻ ജീവിതം മുഴുവൻ പോരാടിയ ജാക്കി ചാൻ ഒരു ദിവസം ലോകത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ എന്ത് സംഭവിക്കും? അങ്കിൾ, ജേഡ്, തോരു എല്ലാവരും വിശ്വസിച്ചിരുന്ന ആ ഹീറോ ഏറ്റവും ഭീകരനായ വില്ലനായി മാറിയാൽ? ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജാക്കി ചാൻ അഡ്വെഞ്ചേഴ്സിന്റെ ഏറ്റവും അപകടകരമായ ഒരു വാട്ട് ഇഫ് കഥയാണ്. ഷെന്ത് തോറ്റു, ഡീമൻ പോർട്ടൽസ് അടഞ്ഞു, ഡാർക്ക് ചീ ഇല്ലാതായി, ലോകം സമാധാനത്തിലായി. ജാക്കി വീണ്ടും തന്റെ പുരാവസ്തു ഗവേഷണ ജോലികളിലേക്ക് മടങ്ങി. എല്ലാവർക്കും തോന്നി ഇനി ഒരിക്കലും വലിയ ഭീഷണി ഉണ്ടാക്കില്ല. പക്ഷേ ഒരു ദിവസം ഹിമാലയത്തിലെ ഒരു പുരാതന ക്ഷേത്രത്തിൽ ജാക്കി ഒരു വിചിത്രമായ കറുത്ത കണ്ണാടി കണ്ടെത്തി. അതിന്റെ പേര് മിറർ ഓഫ് എൻഡ്ലെസ് ഡാർക്ക്നെസ്. അങ്കിൾ മുന്നറിയിപ്പ് നൽകി, ജാക്കി, ആ കണ്ണാടിയെ തൊടരുത്, അതിനുള്ളിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി അടച്ചിട്ടിരിക്കുന്ന ഡാർക്ക് ചീയുണ്ട്. പക്ഷേ അപ്പോഴേക്കും വൈകിയിരുന്നു. ജാക്കി ആ കണ്ണാടിയിൽ തന്റെ പ്രതിബിംബം നോക്കി. ഒരു കറുത്ത നിഴൽ അവന്റെ ശരീരത്തിലേക്ക് കടന്നു. ഒരു നിമിഷം എല്ലാം സാധാരണ പോലെ തോന്നി. പക്ഷേ ജാക്കിയുടെ കണ്ണുകളുടെ നിറം പതുക്കെ ചുവപ്പായി മാറിത്തുടങ്ങി. ആദ്യ ദിവസങ്ങളിൽ ആരുമൊന്നും ശ്രദ്ധിച്ചില്ല. പക്ഷേ ജെയ്ഡ് ശ്രദ്ധിച്ചു. ജാക്കി ഇനി പഴയപോലെ ചിരിക്കുന്നില്ല, എല്ലാവരോടും ദേഷ്യപ്പെടുന്നു, കരുണ കാണിക്കുന്നില്ല. വില്ലൻസിനെ ജയിലിൽ അടക്കുന്നതിന് പകരം ഇല്ലാതാക്കണം എന്നായിരുന്നു ജാക്കിയുടെ പുതിയ അഭിപ്രായം. അങ്കിളിക്ക് മനസ്സിലായി, ഡാർക്ക് ചീ പതുക്കെ ജാക്കിയുടെ മനസ്സിനെ കീഴടക്കുകയാണ്. പക്ഷേ അത് നിർത്താൻ കഴിയുന്നതിന് മുമ്പ് ജാക്കി ഏറ്റവും വലിയ തെറ്റ് ചെയ്തു. അവൻ വീണ്ടും 12 ടാലിസ്മാൻസ് ശേഖരിക്കാൻ തുടങ്ങി. എന്നാൽ ഇത്തവണ ലോകത്തെ രക്ഷിക്കാനല്ല, ലോകം ഭരിക്കാൻ. ജാക്കിയുടെ മനസ്സ് ഇപ്പോൾ പൂർണ്ണമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ ഇനിയൊരു ഹീറോ അല്ല, ഒരു യോദ്ധാവുമല്ല. അവന്റെ മനസ്സിൽ ഇനി ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: അധികാരം. 12 ടാലിസ്മൻസ് വീണ്ടും സ്വന്തമാക്കിയാൽ ഈ ലോകത്ത് തന്നെ തോൽപ്പിക്കാൻ ആരുമുണ്ടാക്കില്ലെന്ന് ജാക്കിക്ക് അറിയാമായിരുന്നു. രാത്രിയുടെ ഇരുട്ടിൽ സെക്ഷൻ 13ന്റെ രഹസ്യ സംഭരണ കേന്ദ്രത്തിലേക്ക് ഒരു നിഴൽ കടന്നു. അതൊരു കള്ളനല്ല, ജാക്കി ചാൻ തന്നെയായിരുന്നു. സെക്യൂരിറ്റി അലാറങ്ങൾ മുഴങ്ങി, സൈനികർ ഓടിയെത്തി. എന്നാൽ റാബിറ്റ് ടാലിസ്മന്റെ വേഗത ഉപയോഗിച്ച് ജാക്കി ഒരു നിഴൽ പോലെ അവരെ മറികടന്നു. ബുൾ ടാലിസ്മന്റെ ശക്തിയിൽ സ്റ്റീൽ വാതിലുകൾ തകർത്തു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ആദ്യ ടാലിസ്മൻ അവന്റെ കൈകളിലായി. അടുത്ത ദിവസം സെക്ഷൻ 13 മുഴുവൻ കലാപത്തിലായിരുന്നു. ക്യാപ്റ്റൻ ബ്ലാക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. ഇത് ചെയ്തതാരാണ്? ജേഡ് CCTV ദൃശ്യങ്ങൾ നോക്കി അവൾ ഞെട്ടിപ്പോയി. ഇംപോസിബിൾ, അത് ജാക്കി അങ്കിളാണ്. ആരും അത് വിശ്വസിച്ചില്ല. പക്ഷേ ജേഡിനൊരു കാര്യം ഉറപ്പായിരുന്നു: ജാക്കി ഇനി പഴയ ജാക്കി അല്ല. അങ്കിൾ തന്റെ പഴയ മാന്ത്രിക ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു. അവസാനം ഒരു പുരാതന പ്രവചനം കണ്ടെത്തി. പ്രകാശത്തിന്റെ രക്ഷകൻ ഇരുട്ടിലേക്ക് വീഴുമ്പോൾ അവൻ ലോകത്തിലെ ഏറ്റവും ശക്തനായ ദുഷ്ടനാകും. അങ്കിൾ ഭയപ്പെട്ടു. വൺ മോർ തിങ്, ഡാർക്ക് ചീ ജാക്കിയുടെ ശരീരത്തെ മാത്രമല്ല, അവന്റെ ആത്മാവിനെയും നിയന്ത്രിക്കുന്നു ഈ സമയം. ജാക്കി പിഗ് ടാലിസ്മാനു വേണ്ടിയെത്തി. തോരു അവനെ തടയാൻ മുന്നോട്ടു വന്നു. ജാക്കി, ഇത് നീയല്ല. പക്ഷേ ജാക്കി ഒറ്റ പഞ്ചിൽ തോരുവെ നിലത്തിട്ടു. ജെയ്ഡ് കരഞ്ഞു വിളിച്ചു, ജാക്കി അങ്കിൾ, പ്ലീസ് സ്റ്റോപ്പ്. ഒരു നിമിഷം ജാക്കിയുടെ കണ്ണുകളിൽ പഴയ ജാക്കിയെ കാണാനായി. പക്ഷേ മിറർ ഓഫ് എൻഡ്ലെസ് ഡാർക്ക്നെസിന്റെ ഡാർക്ക് ചീ വീണ്ടും അവനെ കീഴടക്കി. എന്റെ വഴിയിൽ നിൽക്കുന്ന ആരെയും ഞാൻ വിടില്ല. അങ്ങനെ പറഞ്ഞ് പിഗ് ടാലിസ്മാനും അവൻ സ്വന്തമാക്കി.